എനിക്ക് തുടങ്ങിയത് തന്നെ നല്ലൊരു പീക്കാ പൂമാനമേ തന്നത്. അതെ. കാരണം ഞാൻ വിചാരിച്ചില്ല ഈ പാട്ട് എനിക്ക് ഇങ്ങനെ ഒരു ലൈഫ് തരുമെന്നുള്ളത്. ഋതുനന്ദിനിയാക്കി അവളെ പനിനീർമലരാക്കി വരമഞ്ഞളാടിയ രാവിന്റെ മാറിൽ ഒരു മഞ്ഞു തുള്ളി ഉറങ്ങി. നിതിന് ഹിന്ദി സോങ്സ് ട്രൈ ചെയ്യാറുണ്ടോ? പാടാറുണ്ട്. എങ്ങനെയാ, പഴയ സോങ് ആണോ ഇപ്പൊ കറന്റ്ലി ഉള്ള ഫാസ്റ്റ് നമ്പേഴ്സ് ആണോ, ഏതാണ് കൂടുതലും പ്രിയം? ഞാൻ എല്ലാം കേൾക്കും. എനിക്ക് അങ്ങനെ സ്റ്റിക്ക് ഓൺ ചെയ്തിട്ട് ആ ഒരു പരിപാടി ഇല്ല. ഒരു നല്ലൊരു ഹിന്ദി സോങ് ആയാലോ? ജബദീപ് ജലെ പടം. ഓക്കെ. ജബദീപ് ജലെ ആനാ जब शाम ढले आना जब दीप जले आना जब शाम ढले आना संकेत मिलन का भूल न जाना मेरा प्यार न बिसराना जब दीप जले आना जब शाम ढले आना. നൈസ്. റിയാലിറ്റി ഷോ വഴി ഒരുപാട് മലയാളികളുടെ മനസ്സ് കവർന്ന ഒരു ഗായകനാണ് നിതിൻ. അപ്പൊ ഇനി ഒരു റിയാലിറ്റി ഷോ വന്നാൽ നിതിൻ പോവുമോ? ഇല്ല, ഒരിക്കലും പോകത്തില്ല. കാരണം ഞാൻ റിയാലിറ്റി ഷോയിൽ ഒരു 8-10 വർഷമായിട്ട് കൊച്ചുനാൾ പോലെ ഓഡീഷൻസിന് പങ്കെടുക്കുന്നുണ്ട്. 8-10 വർഷമായിട്ടുണ്ട്. പിന്നെ ലോങ് ജേണി. അതുകൊണ്ട് ഞാൻ ഒട്ടുമിക്ക ആൾക്കാരെ കണ്ടിട്ടുണ്ട്. ശരത് സാറ്, പാലക്കാട് ശ്രീറാം സാറ്, ഒരുപാട് പേരെ കണ്ടിട്ടുണ്ട്. ആർക്കാർക്ക് എന്നെ ഓർമ്മയില്ല, വേറെ കാര്യം. പിന്നെ അതുപോലെ മൻ സ്റ്റാർ സിംഗർ എന്ന് പറഞ്ഞിട്ടുള്ള അതിന്റെ വന്നില്ല. അതിൽ ഞാൻ ഫൈനൽ ഓഡീഷനും സെലക്ട് ആയതാ. പക്ഷെ അവരെന്തോ കാരണത്താൽ ആ പ്രോഗ്രാം മാറ്റിവെച്ചു. അന്ന് നഷ്ടപ്പെട്ടതാ. പക്ഷെ എനിക്ക് തോന്നുന്നു അന്ന് കിട്ടായിരുന്നു നന്നായി. അന്നത്തെ എന്നെ നോക്കി കാണുമ്പോ എനിക്ക് അങ്ങനെ തോന്നുന്നു. ഞാൻ അത്ര കേപ്പബിൾ അല്ല ജഡ്ജ്മെന്റിനൊന്നും. റിയാലിറ്റി ഷോയിൽ ഇനി പോകില്ല എന്ന് പറയാനുള്ള കാരണം എന്റെ ഒരു സ്പേസ് അതല്ലാന്ന് എനിക്ക് മനസ്സിലായി. ഈവൻ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ കോമ്പറ്റീഷൻ എന്ന് പറയുന്ന സാധനം എന്താണ് പറയുന്നത്, അൺകോൺഷ്യസ്ലി ഇങ്ങനെ മനസ്സിലുണ്ട്. അത് ടെൻഷനായിട്ട് രൂപപ്പെടുന്നതാണോ എന്തോന്ന് അറിയത്തില്ല. എനിക്ക് കോൺഫിഡൻസ് ഉണ്ട്, പക്ഷെ ആ ഒരു സ്പേസിൽ മേ ബി ഈ ഒരുപാട് എസിയും കാര്യങ്ങളും ഒക്കെ ഉള്ളതുകൊണ്ടായിരിക്കാം. ലൈറ്റ്സും 3 പേര് ജഡ്ജായിരിക്കുന്നു, ഒരു വലിയ ജൂറി അവിടെ ഇരിക്കുന്നു. ഇതുകൊണ്ട് ആയിരിക്കാം. എന്റെ ഒരു സ്പേസ് അതല്ല, എനിക്ക് വേറെ എന്തൊക്കെയോ ചെയ്യാനുണ്ടെന്നുള്ളൊരു തോന്നിയിട്ടുണ്ട്. ഇപ്പൊ ഒരു സിമ്പിൾ ആയിട്ട് ഒരു കാര്യം ചോദിച്ചാൽ, ഹാപ്പിനെസ് ഫീൽ അല്ലെങ്കിൽ ഒരു ഹാപ്പിനെസ് പില്ലെന്നൊക്കെ പറയാം, എന്താണ്? ഓരോ സമയത്ത് ഓരോന്നാ. സീരിയസ്ലി ബിരിയാണി അല്ലെങ്കിൽ ഫ്രൈഡ് റൈസ്. ഫുഡ് ഭയങ്കര ഒരു സാറ്റിസ്ഫാക്ഷൻ ആണ്. പിന്നെ വണ്ടി എടുത്ത് കറങ്ങുക, ഡ്രൈവ് ചെയ്യുക, അതൊക്കെയാണ്. ഇപ്പോ ഒരുപാട് ബിസി ഷെഡ്യൂളിലൊക്കെ കുറച്ചൊക്കെ പോകുന്ന ഒരു വ്യക്തിയാണ്. അതിന്റെ കൂട്ടത്തിൽ തന്നെയും ഇൻസ്റ്റാഗ്രാമിൽ റീൽസ് ഇടുന്നുണ്ട്, ഇതൊക്കെ ചെയ്യുന്നത് എങ്ങനെ സാധിക്കുന്നു? എന്തൊരു ബിസി ആണെന്നുള്ള ഒരു വ്യക്തിയല്ലേ. അപ്ഡേഷൻ ഭയങ്കരമാണ്. ഈ അടുത്താണ് ശരിക്കും അതൊരു ബിസി ഷെഡ്യൂൾ ആക്കി മാറ്റിയത്. കാരണം എനിക്ക് കുറച്ചും കൂടെ റീച്ച് ഔട്ട് ചെയ്യണമെന്ന് തോന്നി. കാരണം ഞാൻ അങ്ങനെ ഇൻസ്റ്റാഗ്രാം യൂസ് ചെയ്യുന്ന ഒരാളല്ലായിരുന്നു. പാട്ട് ഇടുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പിന്നെ ആരെങ്കിലും സ്റ്റോറി മെൻഷൻ ചെയ്യുകയാണെങ്കിൽ അതുകൊണ്ട് റീപോസ്റ്റ് ചെയ്യാം. പരമാവധി ഇതൊന്നും ചെയ്യാൻ പറ്റാറില്ല. അപ്പോൾ ഇപ്പോഴാണ് ഓരോരുത്തരുടെ അടുത്ത് ചോദിച്ചപ്പോഴത്തേക്ക്, എടാ നിനക്ക് നമ്മളോട് ഫോളോവേഴ്സ് കയറി എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്ക് ഇന്ന വഴികളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ അങ്ങനെയാണ് ഇപ്പം കൃത്യമായിട്ട് ഒരു ഡേറ്റ്സ് ഒക്കെ ഫിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിനനുസരിച്ച് പാട്ടുകൾ പോസ്റ്റ് ചെയ്യും. ഇപ്പൊ ലാസ്റ്റ് ടൈം കൂടി എനിക്കത് വിട്ടുപോയി, എനിക്കത് മീറ്റ് ചെയ്യാൻ പറ്റിയില്ല. അത് ഭയങ്കര ഒരു
പ്രഷർ പോലും ഇപ്പൊ ഫീൽ ചെയ്യുന്നുണ്ട് ചില സമയത്ത്. എനിക്ക് എന്താ ഡ്യൂട്ടി അങ്ങോട്ട് നിർവഹിക്കാൻ പറ്റിയില്ല അതിന്റെ ഒരു ഫീൽ. കാരണം നമ്മൾ മനസ്സറിഞ്ഞിട്ട് ഈ ഒരു പാട്ട് പാടണം, ഇത് ആൾക്കാർ കേൾക്കണം എന്റെ വോയിസിൽ എന്ന് പറഞ്ഞിട്ട് നമ്മളത് എഫേർട്ട് എടുത്ത് ചെയ്യുമ്പോൾ ഉള്ളൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടല്ലോ. ഇതല്ല, ഇത് ആ ഒരു പർട്ടിക്കുലർ ദിവസത്തില് അയ്യോ ഇന്ന് കണ്ടന്റ് ഇടണം, ഏത് പാട്ട് പാടും, ആരിലും പാട്ടോ. ഈ സീന ഒരു മ്യൂസീഷ്യൻ എന്നുള്ളതിലുപരി ഒരു സോഷ്യൽ മീഡിയ അനലൈസർ എന്നൊക്കെ ഉള്ള രീതിയിൽ ചിന്തിക്കേണ്ടി വരുന്നു. അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. നിതിൻ ഇപ്പൊ പറഞ്ഞല്ലോ ഫാമിലി പേഴ്സൺ ആണ്, അതിന്റെ കൂട്ടത്തിൽ ഫ്രണ്ട്സും ഉണ്ട്. അപ്പം ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? ആരാണ് ബെസ്റ്റ് ഫ്രണ്ട്? എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് എൻ്റെ വൈഫാണ്. ഓക്കെ. എനിക്ക് ഫ്രണ്ട്സ് ഇഷ്ടംപോലെ ഫ്രണ്ട്സ് ഉണ്ട്. പക്ഷെ അങ്ങനെ വളരെ എന്താ പറയുക ക്ലോസ് ആയിട്ട് എടുത്ത് പറയത്തക്ക ഫ്രണ്ട്സ് അധികം ആരുമില്ല. എന്നാ ഇപ്പം പലരും പറയാറില്ലേ എടാ ഞാൻ ഇവിടെ പെട്ട് വെക്കുമോ, പെട്ടെന്നൊന്ന് വരുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ വരത്തക്ക ഫ്രണ്ട്സ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ വളരെ കുറവ്, വിരലിലെണ്ണാവുന്ന സർക്കിളാണ് എനിക്കുള്ളത്. പക്ഷെ ഫ്രണ്ട്സ് ഭയങ്കര വാസ്റ്റ് ആണ്. ഇപ്പം ഇവിടെ ട്രിവാൻഡ്രം മുതൽ അങ്ങ് കാസർഗോഡ് വരെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഫ്രണ്ട്സ് ഉണ്ട്. ട്രാവൽ ഇഷ്ടമാണല്ലോ, ഒരുപാട് യാത്ര പോകും. അതായത് ഇൻസ്റ്റയിൽ കണ്ടു കഴിഞ്ഞാൽ അറിയാൻ പറ്റും ട്രാവൽ ഇഷ്ടമല്ലാത്ത ഒരു വ്യക്തി എവിടെയും പോവാറില്ലല്ലോ. അപ്പൊ ട്രാവൽ പോയതിൽ ഇഷ്ടപ്പെട്ട സ്ഥലം ഏതാണ്? അതെനിക്ക് എന്നെ കൂടെ ട്രാവൽ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ട്രാവൽ പാർട്ട്ണർ ആരെ കൊണ്ടുപോകാനാ കൂടുതൽ ഇഷ്ടം? എനിക്ക് അവളുടെ കൂടെ പോകാൻ തന്നെ ഇഷ്ടം. എന്ത് വന്നാലും ഭാര്യ തന്നെ. അല്ല കാര്യമായിട്ട് അതാണ്. പക്ഷെ എനിക്ക് ഏറ്റവും ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ളൊരു മൊമെന്റ് യാത്രയിൽ തോന്നിയെന്ന് പറയുന്നത് അങ്ങനത്തെ ഒരു ഇൻസിഡന്റിലല്ല. സ്ഥലം ഏതാണ്? ധനുഷ്കോടി. ധനുഷ്കോടി പോയി. അതും ഫസ്റ്റ് ടൈം ഞാൻ ബൈക്ക് എടുത്തിട്ട്. ഞാൻ അത്രയും ദൂരമൊന്നും യാത്ര പോയിട്ടില്ല. അപ്പോൾ ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും കൂടെ ജസ്റ്റ് റാൻഡ്മലി വിളിച്ചു, നമുക്ക് പോയാലോ, ഇപ്പം പോയാൽ പോയി എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ എൻ്റെ കൂടെ ബൈക്ക് എടുത്തങ്ങ് വിട്ടു. ബൈക്കിൽ അത്രയും ദൂരം പോകുക എന്ന് പറയുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ ഇച്ചിരി മടുപ്പുള്ള കാര്യമാണ്. പോരാത്തതിന് വണ്ടിയുടെ ബാക്കിലിരിക്കുന്ന ആൾക്ക് കുറേ നേരം കഴിയുമ്പോൾ മടുക്കും. എടാ എനിക്ക് ചന്തി വേദനിക്കുന്നു, ഇനി ഞാൻ കുറച്ച് നേരം ഓടിക്കാം, ഇനി നീ കുറച്ച് നേരം പുറകില്ലേ. അപ്പോൾ ഒരുപാട് ദൂരം പോകേണ്ടത് കൊണ്ട് നമുക്ക് ഒരുപാട് ബ്രേക്ക് എടുക്കാനും പറ്റത്തില്ല. ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലാത്ത രീതിയിൽ, അതായത് നടുക്ക് റോഡും ബാക്കി രണ്ട് സൈഡിലും കടലാണ്. രണ്ട് സൈഡിന്റെ എഡ്ജിൽ നിന്ന് നല്ല പ്യുവർ റെഡ് കളറ് കോമ്പിനേഷനിൽ സൺസെറ്റ് ആണ്. അതായത് മറ്റേ ഡ്യൂൺ സിനിമയുടെ ഒക്കെ കളർ ടോൺ ഉണ്ടല്ലോ, അതുപോലെ റെഡ് അടിച്ച് കിടക്കുക. ഒരൊറ്റ മനുഷ്യനെ വ്യക്തമായിട്ട് കാണത്തില്ല, എല്ലാം ഒരു ഷാഡോ പോലെ. അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇപ്പം പ്രൊഫഷനും പാഷനും കൂടെ ഒരുമിച്ച് ഒരു ഇതിൽ വന്നേക്ക്. ഇപ്പൊ പാട്ട് പ്രൊഫഷനാണ്, പാഷനുമാണ്. അപ്പം ഇതിനകത്ത് ഒരു ഇൻകം സ്റ്റെബിലിറ്റി, ഇൻകത്തിന്റെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? അതിന്റെ സ്റ്റെബിലിറ്റി ഉണ്ടോ ഇല്ലയോ? നോ സ്റ്റെബിലിറ്റി. സ്റ്റേബിൾ ആവാന്ന് പറയുന്നത്, സ്റ്റേബിലിറ്റി എന്ന് പറയുന്ന സാധനം പ്രൊഫഷൻ വൈസ് നോക്കുകയാണെങ്കിൽ ഒരിക്കലും പറയാൻ പറ്റത്തില്ല. നമുക്ക് സാലറി അല്ലല്ലോ ഇന്ന മാസം ഇന്ന തുക കിട്ടും എന്നൊരിക്കലും പറയാൻ പറ്റത്തില്ല. പക്ഷേ ഇല്ല, കാര്യമായിട്ട് പറഞ്ഞതാ. പക്ഷെ നമുക്കൊരു ഇതുണ്ടാവുമല്ലോ, ഒരു ബേസിക് ടാർഗറ്റ് ഉണ്ടാവും. ഈ മാസം ഇത്രയെങ്കിലും ഇല്ലെങ്കിൽ നമുക്ക് സസ്റ്റെയിൻ ചെയ്യാൻ പാടാണ്. പിന്നെ ഇപ്പൊ കുറച്ചും കൂടെ ഞാൻ നോക്കുന്നത് ഫിനാൻഷ്യലി ഒരുപാട് അങ്ങ് സ്റ്റേബിൾ അല്ലെങ്കിലും വർക്കൊക്കെ കുറച്ച് സെലക്റ്റീവായിട്ട് എടുക്കണം. കാരണം ചുമ്മാ ചറപറ പൈസ നോക്കി വർക്ക് ചെയ്തിട്ട് കാര്യമില്ല. നമ്മുടെ പേര് ആൾക്കാർ കണ്ടു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു വർക്ക് കണ്ടു കഴിഞ്ഞാൽ രജിസ്റ്റർ ആവണം. ഒരു സിഗ്നേച്ചർ എലമെന്റ് എന്നുള്ള രീതിയിലോട്ട് ആൾക്കാർ അറിയണം എന്നുള്ളൊരു സംഭവം ഉള്ളത് കൊണ്ട് സെലക്റ്റീവ് ആണ്. പക്ഷെ ഫാമിലി സപ്പോർട്ട് ഒക്കെ എങ്ങനെയാണ്? അപ്പം എല്ലാവരും സപ്പോർട്ടീവ്. പിന്നെ അതിൽ എടുത്തു പറയേണ്ടതാണ് അനിയൻ. അവനാണ് ഏറ്റവും കൂടുതൽ ഈ കാര്യത്തിൽ തുടക്കം ഇട്ട് തുടങ്ങിയത്. കാരണം ഈ ടെക്നിക്കലി കമ്പ്യൂട്ടർ പരിപാടികളൊക്കെ ഇവൻ കുറച്ച് ബ്രെയിൻ കൂടുതലാണ്. അപ്പോൾ ഇങ്ങനെ എടാ ഒരു സോഫ്റ്റ്വെയർ ഇട്ടിട്ടുണ്ട്, ഇതെങ്ങനെ വർക്ക് ചെയ്യുന്നത് നോക്ക് അങ്ങനെ തുടങ്ങിയതാ. ഈ മ്യൂസിക് ഒക്കെ നമ്മൾ കമ്പോസ് ചെയ്യുമ്പോൾ ഞാൻ പലപ്പോഴും പലരുടെയും ഇൻ്റർവ്യൂസ് ഒക്കെ കാണുമ്പോഴത്തേക്ക്, ഇപ്പം എസ്പെഷ്യലി കമ്പോസ് ചെയ്യുന്നവരുടെയൊക്കെ കാണുമ്പോഴത്തേക്ക് ഞാൻ അവർ പറയുന്ന കേട്ടിട്ടുണ്ട്, മൂഡ് സിങ്സ് അവർക്ക് വരാറുണ്ട്. അപ്പോൾ ചില സമയത്ത് വിചാരിക്കും ഓ ഇന്ന് വേണ്ട, അങ്ങനെ മൂഡ് സിങ്സ് വരാറുണ്ടോ? അതേ ഉള്ളൂ. അങ്ങനെ വരുമ്പോ എന്താ ചെയ്യാ? അയ്യോ വല്ലാത്തൊരു പരാക്രമ സമയം അത്.
ഓരോ സമയത്ത് ഓരോ രീതിയിലാണ്. ചില സമയത്ത് നമുക്ക് ക്രിയേറ്റീവായിട്ട് ഭയങ്കര ബ്ലോക്ക് ആയിരിക്കും. നമ്മൾ ചെയ്യുന്നതിനോട് ഒന്നിനോടും ഒരു താല്പര്യം വരത്തില്ല. ചിലപ്പം എനിക്ക് ഈ കുറച്ച് OCD വന്നോന്ന് എനിക്ക് തോന്നിപ്പോയ നിമിഷങ്ങളുണ്ട്. കാരണം എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നവര് അവൻ വന്നിരുന്നിട്ട് ഡെസ്കിൽ വരച്ചിരിക്കുന്ന ഷീറ്റോ എന്തെങ്കിലുമൊക്കെ ജസ്റ്റ് ഒന്ന് മാറി കിടക്കാന്ന് ഞാൻ ഇങ്ങനെ ആക്കി വെക്കുന്നത്, നേരെ ഇട്, എടാ നിനക്കെന്താടാ OCD വല്ലതും ഉള്ളൂ ഈ സാധനം ചോദിച്ചു തുടങ്ങി. അതുപോലെ ഹെഡ്ഫോൺ എല്ലാം വയേർഡ് എക്യുപ്മെന്റ്സ് ആണല്ലോ, മൗസ് ആണെങ്കിലും എല്ലാം ഇങ്ങനെ കണക്ട് ചെയ്യുന്നത് ഒന്നിന്റെ മണ്ടേ കൂടെ നമ്മൾ അറിയത്തില്ല, ഈ സാധനത്തിന് ജീവൻ ഉണ്ടോ എന്ന് തോന്നിപ്പോവും. ആ രീതിയിൽ ഇതിങ്ങനെ കെട്ടി പിണഞ്ഞ് കിടക്കും ചില സമയത്ത്. ഇത് ഊരാൻ ഈ സമയത്ത് ഭയങ്കര പാടാ, ചിലപ്പോ വലിച്ചു പൊട്ടിച്ച് കളയും. ഇപ്പൊ നമ്മൾ 2025 നിൽക്കുക, 2024 എങ്ങനെ ഉണ്ടായിരുന്നു? എനിക്ക് തുടങ്ങിയത് തന്നെ നല്ലൊരു പീക്കാ. പൂമാനമേ തന്നത് അത് തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര സസ്റ്റെയിൻ ആയിരുന്നു. കാരണം ഞാൻ വിചാരിച്ചില്ല ഈ പാട്ട് എനിക്ക് ഇങ്ങനെ ഒരു ലൈഫ് തരുമെന്നുള്ളത്. ഭയങ്കര കുറെ മൊമെന്റ്സ് അതുമായിട്ടുണ്ടായി. ലൈക്ക് ഇപ്പൊ പഴയ ആൾക്കാരില്ലേ, അച്ഛന്റെയോ അല്ലെങ്കിൽ അതിനെക്കാട്ടും കൂടുതൽ പ്രായമുള്ള ആൾക്കാര്, അവരന്ന് ആ കോളേജിലൊക്കെ പഠിച്ചിരുന്ന കാലത്ത് ചിലപ്പോ കേട്ട് കണക്ട് ചെയ്ത പാട്ടുകളായിരിക്കും. ഒരു കുട്ടി എൻ്റെ അടുത്ത് മെസ്സേജ് അയച്ചതാ, എൻ്റെ അമ്മയ്ക്ക് ഏറ്റവും ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള സോങ് ആയിരുന്നു ഇപ്പൊ എന്റെയും എന്ന് പറഞ്ഞിട്ട് അമ്മയുടെ അടുത്തൊരു ഹായ് പറയാന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനത്തെ മൊമെന്റ്സ് ഉണ്ടല്ലോ. അപ്പൊ ആ പാട്ട് ഓൾറെഡി അന്നും ഇന്നും ഹിറ്റാണ്. ഇന്നലെ കേട്ട പോലത്തെ ഒരു പാട്ടാണ്, ഒരു ഫ്രഷ്നെസ് എപ്പോഴും ഉണ്ട്. എനിക്കിത് പാടുന്ന സമയത്ത് ഈ പാട്ടിന് അത്ര വലിയ കാര്യമൊന്നുമില്ലായിരുന്നു. എനിക്കൊരു ചാൻസ് കിട്ടി, പാടാൻ പോവാ, ആ ഇതിലാണ് ഞാൻ പോയി പാടുന്നത്. ഒരു പാട്ട് പാടിക്കഴിഞ്ഞിട്ടാണ് എനിക്ക് അതിനോടുള്ള മതിപ്പ് മാറിയത്. അങ്ങനെ 2025 കുറിച്ചുള്ള പ്ലാൻ അങ്ങനെ എന്തെങ്കിലും പ്ലാൻഡ് ആണോ, അതോ പോകുന്ന വഴിക്ക് അങ്ങ് പോട്ടെ എന്നുള്ളതാണോ? പോകുന്ന വഴി പോകാനല്ല ഇത്തവണ ഉദ്ദേശം. കാരണം കഴിഞ്ഞ വട്ടം അങ്ങനെ ആയിരുന്നു. കഴിഞ്ഞ വട്ടം എന്താ പൂമാനമേ പാടി, പിന്നെ എക്സിറ്റ് എന്ന് പറഞ്ഞൊരു പടത്തിൽ പാടി. അപ്പൊ അതെല്ലാം എക്സിറ്റില് പാടിയിട്ടുണ്ടല്ലേ? എക്സിറ്റിലൊരു അടിപൊളി പാട്ടായിരുന്നു. അപ്പോൾ അത് പാടി. പിന്നെ കുറെ വർക്കുകൾ കഴിഞ്ഞ വർഷം ചെയ്തത് ഈ വർഷം ഇറങ്ങാനുണ്ട്. ഈവൻ കുറച്ച് വെബ് സീരീസ് ഉണ്ട്, ഒരു ഷോർട്ട് ഫിലിം, ഒന്നല്ല 2-3 ഷോർട്ട് ഫിലിംസ്, കുറച്ച് മ്യൂസിക് വീഡിയോസ്, പിന്നെ എൻ്റെ കഴിഞ്ഞ വർഷത്തെ തിരക്കുകൾ കാരണം ചെയ്യാൻ പറ്റാതിരുന്ന പല പാട്ടുകളും ഉണ്ട്. ഇതെല്ലാം ഈ വർഷം എനിക്ക് ചെയ്യണം. അപ്പം നിതിന്റെ ലൈഫിൽ എന്താണ് നിതിന്റെ പ്രയോറിറ്റീസ്? എനിക്ക് അങ്ങനെ ലിസ്റ്റ് ഔട്ട് ചെയ്ത് പറയാൻ പറ്റത്തില്ല. എനിക്ക് എപ്പോഴും നോക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നിയിട്ടുള്ളത് മ്യൂസിക് തന്നെയാണ്. പക്ഷെ ഈ പറയുന്ന ഒരു മൂഡ് എന്നെ പലപ്പോഴും സ്വാധീനിക്കാറുണ്ട്. അപ്പോൾ അത് കാരണം ഇപ്പം മ്യൂസിക്കിൽ നിന്ന് ചില സമയത്ത് വിട്ടു നിൽക്കും. ഒരു സമയത്ത് കണ്ടിന്യൂസ് സിനിമ കാണലായിരുന്നു. എനിക്ക് ഇത് മാത്രമല്ല, ഡയറക്ഷൻ, ഞാൻ എല്ലാ കാര്യങ്ങളും ചെയ്യും. എനിക്ക് ക്രേസ് തോന്നിക്കഴിഞ്ഞാൽ എനിക്ക് അതെല്ലാം ചെയ്യണം. ഇപ്പം ഒരു മ്യൂസിക് നമുക്കൊരു ഫ്രണ്ട്സ് എല്ലാം കൂടെ കൂടിയിട്ടൊരു ഇത് ചെയ്യാൻ വേണ്ടി തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ അവൻ എഴുതുന്നു, ഓക്കെ അല്ല എൻ്റെ പേര് വരത്തില്ല, എനിക്ക് എഴുതണം, അപ്പം ഞാൻ എഴുതണം. അതൊരു പന്ന ഈഗോ ആയിരുന്നു. അല്ല സീരിയസ്ലി അങ്ങനെ തുടങ്ങിയതാ. അപ്പോൾ ഡയറക്ഷൻ ചെയ്യുന്നു, ക്യാമറ ചെയ്യുന്നു, ക്യാമറ അയാൾ ചെയ്യുന്നത് ഓക്കെ, അതെന്താ ഞാൻ ചെയ്താൽ ശരിയാകത്തില്ലയോ എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഒരു ഫ്രണ്ട് കയറിയിട്ട് എടാ നമുക്ക് ഇങ്ങനെ ഒരു ലൈറ്റ് അവിടെ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അവര് പാർഷ്യലി അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇങ്ങനെ കളിച്ചൊക്കെ ഞാൻ ഇറങ്ങിപ്പോയി. അത് ഞാൻ ഇവിടെ ചെയ്യുന്നില്ലയോ പിന്നെന്തുവാ അതിൻ്റെ ഇടയിൽ കൂടെ എന്നൊക്കെ പറഞ്ഞിട്ട് അത്ര വൃത്തികെട്ട ഈഗോ ഉണ്ടായിരുന്നു. ഇപ്പം നിതിനൊരു തീരുമാനം എടുത്തു. ആ തീരുമാനം എടുത്തത് എപ്പോഴെങ്കിലും തെറ്റിപ്പോയിട്ടുണ്ട് എന്ന് തെറ്റിപ്പോയല്ലോ എന്ന് തോന്നിയിട്ടുണ്ടോ? മോസ്റ്റ് ഓഫ് ദ ഡിസിഷൻസും വളരെ ക്വിക്കാണ്. അതിൽ ഒരു 80-95% വരെ കറക്റ്റായിട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുന്നത്. വളരെ അതിലെന്തെങ്കിലും ഇപ്പൊ പോയി എനിക്ക് തിരിച്ചു പോയി ചേഞ്ച് ചെയ്യണമെന്ന് തോന്നുന്ന ഒരു സംഭവം ഉണ്ടെങ്കിൽ അതെന്താണ്? ഇല്ല വരുന്നില്ലെങ്കിൽ മേ ബി റിയാലിറ്റി ഷോ ആയിരിക്കും. എനിക്കത് കിട്ടണ്ടായിരുന്നു. നിതിൻ കെ ശിവേനെ ഒരു പിടി മലയാളികൾ അറിയുന്നുണ്ടെങ്കിൽ ആ ഒരു ഷോയിലും കൂടെ ഉണ്ട്. പക്ഷേ അതിലുപരി എനിക്ക് ഞാനായിട്ട് കുറച്ചും കൂടെ എക്സ്പ്ലോർ ചെയ്തേനെ. എനിക്ക് ആ ഒരു ടൈം ലൈവ് ഷോസും ഈ പറഞ്ഞ റെക്കോർഡിങ്സും ഒക്കെ ഒരുപാട് ചെയ്യുന്ന ഒരു വ്യക്തിയാണല്ലോ. അപ്പം അതിലൊക്കെ ഒരു ബെസ്റ്റ് മൊമെന്റ് എന്ന് പറയാനായിട്ട്, ഏറ്റവും ബെസ്റ്റ് ഒരു മൊമെന്റ് പറയാനായിട്ട്, പെട്ടെന്ന് പറയാനായിട്ട്? നല്ല മൊമെന്റും ഉണ്ട്, മോശം മൊമെന്റും ഉണ്ട്, രണ്ടും ഞാൻ പറയാം.
എനിക്ക് ഗപ്പി എന്ന് പറയുന്ന സോങ് ഞാൻ ഫസ്റ്റ് ടൈം അല്ല, കുറേ കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് അത് പാടിയിട്ടുണ്ട്. പക്ഷേ എനിക്ക് അത്രയും ഭയങ്കര ഒരു ക്രൗഡ് തനിയെ മിഴികൾ എന്ന് പറയുന്നൊരു പാട്ടിന് ഡാൻസ് കളിക്കുന്നത് ആലോചിച്ചൊക്കെ. ഡാൻസോ? ആ പാട്ടിന് അവർക്ക് ഇഷ്ടപ്പെട്ട് ചെയ്യുന്നതാ. ഞാനും ആ പാട്ട് കുറച്ച് ഫാസ്റ്റായിട്ട് ഞങ്ങൾ ചെയ്തത്. പക്ഷെ എന്തോ അതിന്റെ ഹൈ പിച്ചിന്റെ എലമെന്റ് ആണോ എന്താണെന്ന് അറിയത്തില്ല, ആ വീഡിയോ ഭയങ്കര വൈറലായിരുന്നു. ഈ പാട്ട് സർക്കുലേറ്റ് ചെയ്ത് പോകുന്നുണ്ടായിരുന്നു, വൈറലായിരുന്നു. അപ്പോൾ ഇവരെല്ലാവരും ഈ പാട്ടിന് ഭയങ്കരമായിട്ട് ക്രൗഡ് ഇത് ഏറ്റെടുക്കുന്നുണ്ടായിരുന്നു. ആ ഒരു സ്റ്റേജ് എനിക്ക് ഭയങ്കര, എപ്പോൾ ചോദിച്ചാലും ഒരു എൻ്റെ അന്നത്തെ പാട്ടിനെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് അത്ര വലിയ ഇതൊന്നുമല്ല, ആ ഒരു ഇമോഷൻ ഉണ്ടല്ലോ സ്റ്റേജിൽ നിന്ന് കിട്ടിയ വൈബ്, അത് ഭയങ്കര രസമാണ്. പിന്നെ ഈ റീസെൻ്റ് ആയിട്ട് ഞാൻ ദുബായിൽ കുറച്ച് ഷോസ് ചെയ്തായിരുന്നു, അതെല്ലാം ഭയങ്കര രസമായിരുന്നു. ആൻഡ് നാട്ടിലും ഈ പറഞ്ഞ കണക്ക് റീസെൻ്റ് ആയിട്ട് നടന്ന വളരെ ഫ്യൂ എനിക്ക് ഭയങ്കര പേഴ്സണലി ആൾക്കാർ വന്ന് നമ്മുടെ അടുത്ത് പറയുമല്ലോ. ഈവൻ ഇന്നലെ ഞാനൊരു ഉദ്ഘാടനത്തിന് പോയി ഒരു സ്കൂളിൽ. ഞാൻ എപ്പോഴും പാടുന്ന പാട്ട് തന്നെ പൂമാനം. അപ്പോൾ അത് പാടിയപ്പോഴത്തേക്ക് നേരത്തെ പറഞ്ഞ പോലെ ഒരു ടീച്ചർ, അവിടെ ഒരു പൂർവ്വ വിദ്യാർത്ഥി സംഗമം ഉണ്ടായിരുന്നു. അപ്പോൾ അവിടുത്തെ ഒരു ടീച്ചർ വന്നിട്ട്, എൻ്റെ അമ്മയുടെയൊക്കെ പ്രായം കാണും, അവർ വന്നിട്ട് പറഞ്ഞു, മോനെ പാട്ട് ഉഗ്രനായിരുന്നു, അതിലേറെ നീ സംസാരിച്ച എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിരുന്നു, എനിക്ക് ആദ്യമായിട്ടാണ് സംസാരിക്കുന്നത് ഇഷ്ടമാണെന്നൊക്കെ പറയുന്നത്. അപ്പോൾ അതായത് അവർക്ക് ഈ പാട്ട് കണക്ട് ആവുന്ന ഒരു രീതി ഉണ്ടല്ലോ, അത് എനിക്ക് ഭയങ്കരമായിട്ട് കണക്ട് ആവുന്നുണ്ട് തിരിച്ച്. അതെനിക്കൊരു ഭയങ്കര ഡ്രൈവിംഗ് ഫാക്ടറായിട്ട് തോന്നിയിട്ടുണ്ട്. ഇപ്പം നിതിന് ഒരുപാട് ഫാൻസ് ഉണ്ട്. ഇപ്പൊ കറന്റ്ലി ഇപ്പം പൂമാനമേ ആണെങ്കിലും ഒക്കെ പാടി ഒരുപാട് ഫാൻസ് ഉണ്ട്. അങ്ങനെയുള്ള നിതിന് ഒരു ഫാൻ ബോയ് മൊമെന്റ് വരികയാണെങ്കിൽ ആരെ ഓർക്കുമ്പോഴാണ്, അല്ലെങ്കിൽ ആരോടാ? വിദ്യാസാഗർ സാർ. ഓ വിദ്യാജി. അത് ഫാൻ മൊമെന്റ് അല്ല, എനിക്ക് എത്രയൊക്കെ മ്യൂസിക് ഡയറക്ടേഴ്സോ അല്ലെങ്കിൽ സിംഗേഴ്സോ ഉണ്ടെന്ന് പറഞ്ഞാലും, ഇപ്പോൾ റഹ്മാൻ സാറ്, ഇളയരാജ, എല്ലാവരും ഉണ്ടെങ്കിലും എനിക്ക് വിദ്യാസാഗർ എന്ന് പറയുന്നത് ഒരു ഇമോഷനാണ്. അതൊരു വല്ലാത്ത ഇമോഷനാണ്. അതെ, അതിന്റെ ഒരു കഥ പറയാനാണെന്നുണ്ടെങ്കിൽ, ഞാൻ കുട്ടിക്കാലത്ത് കേട്ട പല പാട്ടുകളും, അന്നൊന്നും നമുക്ക് ഈ ഇന്ന പാട്ട് ആരാ ചെയ്തേ ഇതൊന്നും നോക്കത്തില്ല. പക്ഷെ ഞാൻ പാടിത്തുടങ്ങിയ 3-ാം വയസ്സിൽ ഞാൻ പാടിത്തുടങ്ങിയ പാട്ട് മുതൽ ഞാൻ കേട്ടിട്ടുള്ള എനിക്ക് ഇഷ്ടമുള്ള എല്ലാ പാട്ടുകളുടെയും മ്യൂസിക് ഡയറക്ടർ വിദ്യാസാഗർ സാറാണ്. അത് ഞാൻ തിരിച്ചറിയുന്നത് വളരെ ലേറ്റായിട്ടാണ്. അങ്ങനെ ഞാൻ സാറോടെ കൊച്ചിയിൽ ഷോ ചെയ്ത സമയത്ത്, അയ്യോ അത്രയും ദൂരത്തു നിന്നാണല്ലോ നേരിട്ട് കാണാൻ പറ്റും. അതേ കണ്ടിട്ടുള്ളൂ. ഇല്ല, കണ്ടിട്ടില്ല. പക്ഷെ എനിക്ക് കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ ഞാൻ കരഞ്ഞു പോകും. എനിക്ക് അമ്മാതിരി ഇമോഷനാണ്. വിദ്യാജി അങ്ങനെ കാണാൻ വളരെ വേഗം തന്നെ കാണാൻ ഒരു അവസരം ഉണ്ടാവട്ടെ. ഉണ്ടാവട്ടെ. വിദ്യാജിയുടെ ഒരു പാട്ടായാലോ? ഓ, വരമഞ്ഞളാടിയ രാവിന്റെ മാറിൽ ഒരു മഞ്ഞു തുള്ളി ഉറങ്ങി, നിമി നേരമെന്തിനോ തേങ്ങി നിലാവിൻ വിരഹമെന്നാലും മയങ്ങി, പുലരി തൻ ചുംബന കുങ്കുമമല്ലേ ഋതുനന്ദിനിയാക്കി അവളെ പനിനീർമലരാക്കി, വരമഞ്ഞളാടിയ രാവിന്റെ മാറിൽ ഒരു മഞ്ഞു തുള്ളി ഉറങ്ങി. എന്താ പാട്ടല്ലേ? അതെ. താങ്ക് യു സോ മച്ച്. നല്ലൊരു പാട്ട് പാടിയത്, താങ്ക് യു സോ മച്ച്. അപ്പോൾ ഈ ഫൈനലി നമുക്ക് ഒരു കാര്യം കൂടെ, നിതിൻ്റെ ബാൻഡിനെ കുറിച്ച്. ബാൻഡിന്റെ പേര് ഇപ്പോൾ കറന്റ്ലി നിതിൻ കെ ശിവ ലൈവ് എന്ന് പറഞ്ഞിട്ടുള്ള പേരിലാണ് നമ്മൾ കോൺസേർട്സ് ചെയ്യുന്നത്. ഞാൻ 2015 ആ ഒരു സമയത്താണ് ബാൻഡ് എന്നൊക്കെ ഉള്ള രീതിയിൽ തോട്ട് വന്നത്. അന്ന് ഭയങ്കര കച്ചറ പരിപാടിയാ. കാരണം നമ്മള് ഈ തൈക്കുടം ബ്രിഡ്ജ്, മ്യൂസിക് മോജോ ഒക്കെ, അങ്ങനെയാണ് നമുക്ക് ആ ഒരു ബാൻഡ് എന്ന് പറഞ്ഞൊരു കൾച്ചർ നമ്മുടെയൊക്കെ മനസ്സിലേക്ക് വരുന്നത്. അന്നൊന്നും അവിയലൊന്നും അറിയില്ല, പുറത്തോട്ടുള്ള പാട്ടുകൾ തീരെ അറിയില്ല എനിക്ക്. അപ്പോൾ അന്ന് ഫ്രണ്ട്സൊക്കെ ആയിട്ട് തുടങ്ങിയതാണ്. അന്ന് ചെയ്യുന്ന പാട്ടുകൾ എന്ന് പറയുന്നത് ഇത് തന്നെ, തൈക്കുടം പാടി, ഓക്കെ ഫിഷ് റോക്ക്,
ഫിഷൊക്കെ ആണ് ഞങ്ങൾ പാടാൻ പോകുന്നതെന്ന് പറഞ്ഞിട്ട് ഒരു കീബോർഡ് ഉണ്ടാവും, ഒരു ഗിറ്റാർ ഉണ്ടാവും, വായിക്കുന്ന എല്ലാം സ്ഥിരം കോഡുകളൊക്കെ തന്നെ ആയിരിക്കും. അതിനകത്തുള്ള ചകഞ്ഞ് നോക്കി പഠിക്കുന്ന പരിപാടിയൊന്നുമില്ല. അങ്ങനെ തുടങ്ങിയതാണ്. പക്ഷെ എനിക്കത് ഭയങ്കര എൻ്റെ ഇവിടെ വരെയുള്ള ജേർണിയിൽ അത് കൂടെ തന്നെ വന്നു. ബാക്കി പലരും മറ്റു ജോലികളും പഠനവും ഒക്കെ ആയിട്ട് പോയി. മ്യൂസിക് മോജയിൽ ഒരു സ്വന്തം കമ്പോസിഷനിലല്ലേ പാടിക്കുന്നത്? അതെ അതെ, 4 പാട്ട് ഓൺ കോമ്പോസ് ചെയ്തിരുന്നു. അപ്പൊ ഫൈനൽ പാട്ട് സ്വന്തം കമ്പോസിഷനില ഏത് പാടില്ല, ഞാൻ പാടുപെടും, പാടുപെടുത്തും ഞാൻ. പായാരം പാടുന്ന പാഞ്ഞേ പറക്കണ പാരീനെ പാറ്റണ കാറ്റേ, കാടാകെ വീശണ ചായം പരത്തണ ചൂരോടെ ചായണ കാറ്റേ, നാടാകെ പൂമണമാണേ താനാടും തൂമലരാണേ, നീയാടും ആമരം പടത്തിൻ്റോരത്തൻ ദേഹത്തിൻ വേർപ്പണച്ചേ, ഏലേ പുലേലോ ഏലേലോ, 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 ഏലേ പുലേലോ ഏലേലോ. പായാരം പാടുന്ന പാഞ്ഞേ പറക്കണ പാരീനെ പാട്ടണ കാറ്റേ, കാടാകെ വീശണ ചായം പരത്തണ ചൂരോടെ ചായണ കാറ്റേ. താങ്ക് യു സോ മച്ച്. നല്ലൊരു പാട്ടായിരുന്നു. എനിക്കും ഭയങ്കര ഇഷ്ടം. അതിനകത്തൊക്കെ മറ്റേ ക്രോപ്പായിട്ടുള്ള മുടിയല്ലായിരുന്നു, കുഞ്ഞു കുഞ്ഞ്, അതില് അതൊക്കെ എനിക്ക് ആ വിഷ്വലൊക്കെ പെട്ടെന്ന് ഇങ്ങനെ ഓർമ്മ വന്നു. 2025 ഒരു വെൽ പ്ലാൻഡ് ആയിട്ടല്ലെങ്കിലും പ്ലാൻഡ് ആയിട്ട് വെച്ചേക്കുന്ന മ്യൂസിക് ആൽബങ്ങളാവട്ടെ, ഇനി വരാൻ പോകുന്ന സിനിമകളാവട്ടെ, സ്വന്തം വർക്കുകളാവട്ടെ, ഒരുപാട് ഷോർട്ട് ഫിലിംസിന്റെയും വർക്കുകളും വെബ് സീരീസും ഒക്കെ വരാൻ പോകുന്നു. അതെല്ലാം കൂടെ തകർപ്പനായിട്ട് ഒരുപാട് വർക്കൊക്കെ വന്ന് നല്ല രീതിയിൽ ബിസി ആയിട്ടുള്ള ഒരു പിന്നണി ഗായകനായിട്ട് മാറട്ടെ. താങ്ക് യു. അപ്പൊ താങ്ക് യു സോ മച്ച് ഇത്രയും നേരം നമ്മളുടെ കൂടെ കൂടിയത്. താങ്ക് യു സോ മച്ച്. താങ്ക് യു.